ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? മറന്നോ? നമ്മളിവിടെയൊക്കെ ഉണ്ട്. ഒരു 2 ദിവസം വന്നില്ല എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നമ്മളങ്ങോട്ട് വട്ടങ്ങോട്ട് ഒഴിവാക്കിയില്ലേ? ആയിക്കോട്ടെ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ആരെങ്കിലും കാണാൻ പറ്റാത്തൊരു ചാനൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് ചാനൽ കാണരുത് എന്ന് പറയായിരിക്കും ഏറ്റവും എളുപ്പം. അതാവും നമ്മൾ എടുക്കുന്ന ആദ്യത്തെ നല്ല ഒരു തീരുമാനം. കാരണം എന്താ അറിയോ, ഇപ്പൊ വരുന്ന ന്യൂസ് ചാനലിൽ വരുന്ന ന്യൂസുകളൊക്കെ അടിപൊളി ഓരോ ദിവസം കൂടുമ്പോഴും അതിന്റെ ക്വാളിറ്റിയും എന്താ പറയാ അപ്ഡേറ്റും ഒക്കെ അങ്ങനെ പുതിയതായിട്ടാണ് വരുന്നത്. അത്രക്ക് അടിപൊളി ന്യൂസുകളാണ്. നമ്മുടെ ഒന്നും ചിന്തകൾക്ക് പോലും ഒരു പിടിയും കിട്ടാത്ത കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് ഇവർ വന്ന് പറഞ്ഞു പോണത്. ഈ മനുഷ്യന്റെ ആർത്തി എന്ന് പറഞ്ഞാലേ ഒരിക്കലും തീരൂല കേട്ടോ. ഞാനതല്ല ആലോചിക്കണേ, ഇതൊക്കെ ചെയ്തു കൂട്ടുന്നവര് അത്ര ലാഘവത്തോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഫേസ് ക്രീം മോളുടെ ഫേസ് ക്രീം അമ്മ എടുത്തിട്ട് ഏത് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് വെച്ചുത്തരെ. അതിനാ അമ്മ അനുഭവിച്ചതൊക്കെ പാടെ അറിഞ്ഞാണ്ടല്ലോ, കുറച്ചൊന്നും അല്ല. മോളെ അമ്മക്ക് കൊടുത്ത സമ്മാനത്തിന് ഇപ്പൊ മോള് ഉള്ളിലാ ഉള്ളത്. അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടോ? എങ്ങനെ മനുഷ്യന്മാര് ഇങ്ങനെ ആവുന്നതെന്ന് ചോദിച്ചാൽ അതിനോട്ട് ആർക്കും ഉത്തരവില്ല. കാരണം അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ചിന്തകൾക്ക് അപ്പുറമാണ് ഓരോ കാര്യങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. സംഭവം വേറെ ഒന്നും അല്ല. ഫേസ് ക്രീം ഒന്ന് മാറ്റി വെച്ചു അമ്മ, അത് മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബാക്കി എന്താ ഉണ്ടായിക്കണെന്നുള്ളത് നിങ്ങൾ തന്നെ ഇപ്പൊ പല ന്യൂസിലും അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടോക്കെ. പറഞ്ഞേട്ടോ, മാഡത്തിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന്. മുപ്പത്തിയേര് കളക്ടറോടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിനോടൊക്കെ സംസാരിക്കും തോന്നുന്നു. ചെറിയതൊന്നും മുപ്പത്തിയേർക്ക് പറ്റൂല തോന്നുന്നുണ്ട്. എന്തിനാ അങ്ങോട്ട് കൊടുത്തിക്കണെന്നുള്ളത് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. കാരണം പിടുത്തം കിട്ടിയിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം അവിടെ അല്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് SIനോടാ പറയുന്നത്. മനസ്സിലാക്കണം. ഒരു സ്റ്റേഷനിലേക്ക് കൊടുന്ന ഒരു പ്രതി SIയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പൊ എന്താ SI പറയണ്ടു? ഓ അമ്പ്രാന്നോ? എനിക്കൊരു പിടുത്തമല്ല. ഞാനതല്ല ആലോചിക്കണേ, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടായിരിക്കും ഇവരെ ബുദ്ധിയിൽ ഇത്രത്തോളം എന്താ പറയാ ഇങ്ങനത്തെ ഒരു മൈൻഡൊക്കെ വരുന്നത്? അമ്മ ഏതാണ്, അച്ഛൻ ഏതാണ്, ബ്രദർ ഏതാണ്, മക്കൾ ഏതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഹൈഡായി പോണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവര് യൂസ് ചെയ്തിട്ടുണ്ടാകുക? ചെയ്തത് തെറ്റാണെന്നോ ചെയ്തത് ആരെയാണെന്നോ അതിനെ കുറിച്ചിട്ടൊന്നും ഒരു എന്താ പറയാ വെപ്രാളമോ വേവലാതിയോ പുള്ളിക്കാരിക്കില്ല. ഞാൻ നിങ്ങളോട് എന്റെ പേഴ്സണലായിട്ട് എന്റെ മാത്രം ഒരു അഭിപ്രായമായിട്ട് ഞങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ കാലത്ത്, അതായത് ഈ 2026 ഒരു പെൺകുട്ടിയെ രാത്രി പുറത്തേക്ക് വിടുമ്പോ ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഏതെങ്കിലും ആൺകുട്ടി പെടുമോ എന്നുള്ള പേടിയാണ്ടായിരിക്കും ഓരോ രക്ഷിതാക്കള് ഇരിക്കുന്നത്. അതല്ലാതെ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവൂല. കാരണം ഇത് ഞാൻ അടച്ചെല്ലാരെയും പറയുന്നതല്ല കേട്ടോ. കാരണം എന്റെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട്, എനിക്കും 2 പെൺമക്കളാണ്. ഞാൻ ഈ പറയുന്നതിന്റെ ആ ഒരു പൊരുള് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എന്താന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഇങ്ങനെ ഈ ലഹരി കേസുകളിലും അല്ലാത്ത കാര്യങ്ങളിലെല്ലാം ഉൾപ്പെടുന്നതും ന്യൂസായി വരുന്നതൊക്കെ. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയേ, ഇവർ 6 മാസം മുമ്പ് ബന്ധം വേർപിരിഞ്ഞതാ. എന്നിട്ട് ഇവള് സുഖമായിട്ട് ഇവളുടെ വീട്ടിൽ താമസിക്കായിരുന്നു. അപ്പോഴും അവളുടെ വിശ്വാസം ധൈര്യം എന്തായിരുന്നു അറിയോ? എന്റെ കയ്യിൽ ഈ സോഷ്യൽ മീഡിയ ഉണ്ട്, എനിക്കത് മതി, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിനി ഒരാണ് വേണമെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ആണിന്റെ തണല് വേണമെന്നോ ഒരു നിർബന്ധമല്ല. ഞാൻ സ്വയം ഒരു ബോൾഡായിട്ടുള്ളൊരു പെണ്ണാണ്, എനിക്ക് എന്തും നേരിടാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു കളിയാണ് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇതിൽ വേറെ ടിസ്റ്റും കൂടി ഉണ്ട്. അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പോലീസ് പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് എഡിറ്റഡ് ആണെന്ന്. കാരണം ബസ്സിന്റെ CCTV പരിശോധിച്ചപ്പോ ഈ മൊബൈലിലുള്ള ഒരു സംഗതി അതിനകത്ത് കാണുന്നില്ല എന്നുള്ളത്. അതിലുപരി ഇതേ പോലീസിന്റെ ഒരു റിപ്പോർട്ട് വേറെയുണ്ട്, ഇവരുടെ 2 പേരുടെയും മൊബൈലുകൾ പരിശോധനക്ക് വെക്കണമെന്ന്. അതെന്തിനാ അറിയോ? ഇനി വല്ല ഹണി ട്രാപ്പോ അതല്ലെങ്കിൽ വല്ല എന്താ പറയാ ഭീഷണിപ്പെടുത്തലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ പുറകിലെന്നുള്ളത് അന്വേഷിക്കണം, കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കേരള പോലീസ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുന്നത്. മൊബൈലിലായാലും TV-യിലായാലും എവിടെയായാലും സോഷ്യൽ മീഡിയ തുറന്നാൽ മൊത്തം ഇങ്ങനെയുള്ള കേസുകളാണ് നിരന്തരം വരുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ വലിയ ട്വിസ്റ്റ് എന്താ അറിയോ? ഇതിന് അഭിപ്രായം പറയുന്ന ആളുകളാണ്. അതായത് ഇപ്പൊ ജാസിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ ജാസിയുടെ വീഡിയോയിൽ ജാസി എന്താ പറയുന്നത്? എങ്ങനെ കഴിഞ്ഞു
അതൊരു ഉമ്മയല്ലേ? ആ ഉമ്മാനെ വേദനിപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞു? നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമെന്ന്. എങ്ങനെ? ഓനിക്ക് ചിന്തിക്കാനേ കഴിയൂല. ഒരാളുടെ ഉമ്മാനെ അല്ലെങ്കിൽ സ്വന്തം ഉമ്മാനെ വേദനിപ്പിക്കാന്ന് ആർക്ക് കഴിഞ്ഞാലും ജാസിക്ക് കഴിയൂല. കാരണം അതിന് ഉത്തമ ഉദാഹരണമാണ് ആഷിയുടെ ഉമ്മ. ഇന്ന് വരെ ജാസി വേദനിപ്പിച്ചിട്ടില്ല. അതിന് ഓനിക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അവാർഡ് എനിക്ക് കൊടുക്കണം എന്നുണ്ട്. അത് അവാർഡ് അതിന് മാത്രമല്ല, ഇത് വന്ന അവിടെ നിന്ന് പറയാനുള്ള ആ ഒരു മനക്കട്ടി ഉണ്ടല്ലോ, അതായത് ഇവളുടെ വേറൊരു വേർഷയാണ് ഓന്. മനസ്സിലായോ? കുറച്ചും കൂടി ഓപ്പണായി പറഞ്ഞാൽ ഇവളുടെ അതേ ചിന്താഗതി അതേ മൈൻഡും ആണ് ഇവനിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും. കാരണം ഇപ്പൊ ജാസി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ് അവൻ പറയുന്ന മറ്റൊരാളുടെ പേരിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു, എത്രയായാലും ആ ഉമ്മാടെ മോനല്ലേ, എങ്ങനെ വേദനിപ്പിക്കാൻ കഴിഞ്ഞ്, നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയോ? ആരാ അതൊക്കെ പറയുന്നത്? ഈ ജാസി. എങ്ങനെ ഇതൊക്കെ നിലവില് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് ഒരു ഉളുപ്പുമില്ലാണ്ട് ഈ മീഡിയയുടെ മുമ്പിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സിന്റെ ചാനലിലോ നിന്ന് പറയും. അതിനൊരു പ്രയാസമല്ല. ഞങ്ങൾക്കൊരു വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. എനിക്ക് ഒരിക്കലും ഇതില് ഈ ശ്രീലക്ഷ്മി അറക്കലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ നഷ്ടപ്പെട്ടത് ഒരു അമ്മയ്ക്ക് ഒരു മകനെയാണ്. അത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കൊരിക്കലും ഞാൻ ഒരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആസ് എ വുമൺ ഒരു വുമന്റെ ഫീലിംഗ് എനിക്കറിയാം. എങ്ങനെയുണ്ടേ? അത് വിളിച്ചില്ലേ? അതായത് ഒരു പെണ്ണിന്റെ വേദന ഓനിക്കറിയാം. കാരണം ഓനെ അയക്കുള്ള വണ്ടി കയറിയിരിക്കണു. അപ്പോ അതിൽ റണ്ണിങ്ങിലാണ് വുമൺ ആയിക്കൊണ്ടിരിക്കുകയെന്ന്. ക്യാമനാളുടെ മുമ്പേലും ആയാൽ മതിയായിരുന്നു. ഇതിപ്പോ ചുരുങ്ങിയത് എത്രയായി? ടിക്ടോക്ക് ഫസ്റ്റ് തുടങ്ങിയ കാലത്താകാൻ തുടങ്ങിയതാ. ഇപ്പോഴും ഈ ചുരിദാർ അല്ലാത്ത വേറൊരു മാറ്റമായിപ്പോ ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എങ്ങോട്ട് നോക്കിയാലും ആണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്പോ പറഞ്ഞു വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉമ്മയല്ലേ അല്ലെങ്കിൽ ഒരു അമ്മയല്ലേ, ഒരു സ്ത്രീ എന്ന നിലക്ക് ആ വേദന അറിയുന്നു. എങ്ങനെ? യാശിരം ഇത്രയും കരച്ചിലും പറച്ചിലും കാല് പിടിച്ചിട്ടും ആ ഉമ്മാനെ അത്രയും മോശപ്പെട്ട, അതായത് ഒരു ഓഡിയോ ആയിട്ട് പോലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അത്ര മോശത്തരത്തിലുള്ള തെറിവിളി വിളിച്ച ഓനാണ് രാവിലെ ആ ചുരിദാർ ഇട്ട് വന്ന് പറയുന്നത്. പിന്നെ ഞാനും പെണ്ണായും കൊണ്ട് ഈ വജ്ജു കൂടെ നടന്നുകൊണ്ട് പോവുകയാണ്, ദപ്പെത്തും അവിടെ എത്തിയ പെണ്ണാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മൂപ്പരാള് നിൽക്കുന്നത്. എന്ത് വിഷയം പറയുകയാണെങ്കിൽ ആദ്യം ഒന്ന് പെണ്ണായി വരണല്ലോ എനിക്ക്. എന്നിട്ടേ ഓൻ കഥ പറയുള്ളൂ. ആദ്യം തുടങ്ങി തന്നെ ഞാൻ പോണു പെണ്ണാവണു, പിന്നെ അങ്ങോട്ട് വരും. ആ വളവന്ന് ഇങ്ങോട്ട് തന്നെ വരും ആയിന്നും പറഞ്ഞിട്ട്. എന്ത് പറയുകയാണെങ്കിലും ഇത് കൂട്ടണം. ചുക്കില്ലാതെ കഷായം ഉണ്ടോ വെച്ച മാതിരി ഇതിന് പറയാതെ ഓനിക്കൊരു വിഷയം പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വിഷയത്തേക്ക് കിടക്കാം. ഇപ്പൊ ഓൻ പറയുന്നത് എന്താ വെച്ചാൽ ഓൻ ഇത്രയും സങ്കടത്തിലാണ്, ഒരു പെണ്ണെന്ന നിലക്ക് ഓനിക്ക് ഭയങ്കര വിഷമമായി എന്നുള്ളത്. അപ്പൊ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ആഷിയുടെ ഉമ്മ ഒരു പെണ്ണല്ലേ? ആ ഒരു സ്ത്രീ നിന്റെ എത്ര കാലും അടിയും വരെ പിടിച്ചു, എന്റെ മോനെ എനിക്ക് താ, അവൻ ഇതിന്നൊക്കെ വിട്ടു നിൽക്കാൻ തയ്യാറാണ്. പിന്നെ എന്തിനാ നീ അവനെങ്ങനെ വിളിച്ച് അവന്റെ ലൈഫ് ഇങ്ങനെ കളയുന്നത്? നീയോ ഇങ്ങനെയായി. നീ പേരിനെങ്കിലും ഒരു കല്യാണം കഴിച്ചു. ഇതിപ്പോ മറ്റേ പെണ്ണാകാളുടെ വജ്ജിലാ നിൽക്കണ, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണെന്നൊക്കെ അല്ലേ? അപ്പോ എന്തുകൊണ്ട് ഈ ഒരു മനം മാത്രം അന്റെ ഈ പെണ്ണിന്റെ മനസ്സിൽ കാണാൻ പറ്റാത്തത്? മറ്റുള്ളവരുടെ ലൈഫിൽ കയറിയിട്ട് ഇജി സ്വയം അതാണ് ശരി ഇതാണ് ശരി എന്ന് പറയാൻ എന്ത് റൈറ്റ്സ് അല്ലത്? നമ്മുടെ നാട്ടില് നിന്നെപ്പോലെ ആഷിനെപ്പോലെ വേറൊരാളുണ്ടോ? ഇത്ര മോശം രീതിയിൽ ജീവിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പേര് പറയാൻ കഴിയോ? ഒരിക്കലും എനിക്ക് കഴിയൂല. അതെന്താ അറിയോ? അങ്ങനെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പരിപൂർണ ഉറപ്പുണ്ട്. ഞാൻ ഈ വീഡിയോയില് ഞാൻ സത്യം പറഞ്ഞാൽ ഇവനെ അങ്ങനെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടില്ല. ഇവനിക്കായിട്ട് ഞാനൊരു സ്പെഷ്യൽ ബിരിയാണി വേറെ വെച്ചിക്കണു. അതുകൊണ്ടാണ് ഓൻ്റെ ഇതൊന്നും ഞാൻ ഇതിൽ കാണിക്കാത്തത്. കാരണം ഇപ്പൊ ഞാൻ വന്നതേ ഈ വിഷയങ്ങളെ കുറിച്ച് പറയാൻ വന്നതാ. അതിൽ ഇവന്റെ കാര്യം ഞാൻ മിക്സ് ചെയ്യണില്ല. ഇവനിക്കുള്ളൊരു സ്പെഷ്യൽ വിരുന്ന് ഞാൻ ഒരുക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കൊടുക്കും. പക്ഷെ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ എന്താ അറിയോ? നീ സ്ത്രീകളുടെ എല്ലാ വേദനകളും അറിയുന്ന ഒരു സ്ത്രീ ആകാൻ പോണ ആളല്ലേ? അപ്പോ ഏതായാലും ആ വയ്യിൽ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ സ്ത്രീയുടെ വേദന എനിക്ക് അറിയുന്നുണ്ടോ, കാണുന്നുണ്ടോ, അതോ അതിന് വഹി എൻ്റെ അടുത്ത് ഇല്ലേ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതാണ്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണുന്നുണ്ട്. മനസ്സിലായോ? എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളും അനക്ക് തരേണ്ട ഉത്തരങ്ങളും അത് ഞാൻ ആര് തന്നില്ലെങ്കിലും ഷെരീഫ് തരും കേട്ടോ. അത് ഇൻഷാ അല്ലാഹ് ഇജ്ജ് വെയിറ്റ് ചെയ്യുക. അത് നാളെ തന്നെ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഞാൻ തരാം. അപ്പൊ എന്ത് തിരക്കാണെങ്കിലും ശരി, അത് ഞാൻ നാളെ സെറ്റാക്കി തരാം. ഓക്കെ? അതുകൊണ്ട് കൂടുതൽ ഞാൻ ഇതിമ്മ ഒന്നും ഇപ്പൊ സംസാരിക്കാൻ നിൽക്കില്ല. ഈ നമ്മളെ സ്പെഷ്യൽ അല്ലേ? അപ്പൊ അന്റയിൽ പിന്നെ വേറെ ആരെയും ഞാൻ ആഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അനക്കുള്ളത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കയ്യോടെ എടുത്ത് തരണ്ടേ. അത് ഈ
വള്ളറച്ച് വയറ് നിറച്ച് കഴിക്കൊണ്ടു കേട്ടോ. ഞങ്ങൾക്ക് അതിനെ ഗഡ്സുണ്ടെങ്കിൽ ജൈന് മറുപടിയും പറയണ്ടു. എന്തായാലും ഇത്രയും പെണ്ണുങ്ങളെ മനസ്സറിഞ്ഞ അനക്ക് ആശിരമ്മയുടെ മനസ്സ് മാത്രം അറിഞ്ഞില്ലല്ലോ. ഇജ്ജ് മുടുക്കനാടാ, ഇജ്ജെന്നെ യഥാർത്ഥ പെണ്ണ്. ആയിക്കോട്ടെ, എന്നാ ശരി, ഞാൻ എന്തായാലും വരും ഇൻഷാ അല്ലാ.